ഹായ് ഉള്ള എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ ഡിജോ ജോസ് ആന്റണി ഡയറക്ട് ചെയ്യുന്ന ഷാരിസ് മുഹമ്മദ് എഴുതുന്ന നിവിൻ പോളി നായകനാവുന്ന, നിവിൻ പോളി മാത്രമല്ല ധ്യാൻ ശ്രീനിവാസൻ കൂടി നായകനാവുന്ന മലയാളി ഫ്രം ഇന്ത്യയുടെ ടീസർ ഇന്ന് റിലീസ് ചെയ്തു. സിനിമയുടെ 2 ദിവസം മുമ്പാണ്, അതായത് മെയ് 1 ബുധനാഴ്ചയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. സാധാരണ ബുധനാഴ്ചകളിലൊന്നും സിനിമ വരാറില്ല. ഇതിപ്പോ മെയ് 1 തൊഴിലാളി ദിനമായിട്ട് ആണ് അവർ സിനിമ റിലീസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഡിജോ ജോസ് ആന്റണി ഒരു വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു സിനിമയെ പറ്റിയിട്ട്, സിനിമ എന്താണെന്നുള്ളതും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെ മലയാളി ഫ്രം ഇന്ത്യയുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ടീസേഴ്സും അല്ലെങ്കിൽ സോങ്ങിന്റെ ക്ലിപ്പുകളൊക്കെ കണ്ടിട്ടുള്ള ഭയങ്കര കോമഡി നിറഞ്ഞിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് സിനിമ എന്ന് പറഞ്ഞ നിലയ്ക്കാണ്. പക്ഷെ പുറത്തു വിട്ടിട്ടുള്ള ടീസർ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ് ആ സിനിമയിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്തായാലും അതുണ്ടാവാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ റൈറ്റർ ഷാരിസ് മുഹമ്മദ് ആണ്. ഷാരിസ് മുഹമ്മദ് മുമ്പ് എഴുതിയിട്ടുള്ള സിനിമ നമുക്കറിയാം ജനഗണമനയാണ്. അത് ഭയങ്കര രീതിയിൽ, അതായത് ഇന്ത്യ മൊത്തം ആ ഒരു സിനിമയെ പറ്റി ഭയങ്കര സംസാര വിഷയവും കാര്യങ്ങളും ഭയങ്കര അപ്രിസിയേഷനും കിട്ടിയ സിനിമയാണ്. അപ്പൊ ആ റൈറ്റർ വീണ്ടും ഇതിൽ എഴുതുമ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ് അവർ ഇതിൽ സംസാരിക്കാൻ പോകുന്നുണ്ട്. അത് തന്നെയാണ് ഡിജോ ജോസ് ആന്റണി ആ വീഡിയോയിൽ പറഞ്ഞത്. കളിയും ചിരിയും തമാശയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത്. സിനിമയിൽ എന്തായാലും നല്ലൊരു എന്റർടൈനർ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. റിസർവേഷനും കാര്യങ്ങളും ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഈ സിനിമ ഹിറ്റ് ആവേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യം നമ്മുടെ നിവിൻ പോളിക്ക് തന്നെയാണ്. കാരണം നമുക്കറിയാം നിവിൻ പോളിയുടെ ട്രാക്ക് എന്ന് പറയുന്നത് വളരെ ഒരു പരിതാപകരമായ ട്രാക്കിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷമാണ് കുറച്ചൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഒരു സോളോ ഹിറ്റ്, വർഷങ്ങൾക്ക് ശേഷം ഒരു സോളോ ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സിനിമയാണ്. പക്ഷെ ഈ മലയാളി ഫ്രം ഇന്ത്യ ഒരു സോളോ ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹിറ്റ് വരികയാണെങ്കിൽ നിവിൻ പോളി വീണ്ടും ആ ബാക്കിംഗ് ട്രാക്കിലേക്ക് എത്താൻ നല്ല ചാൻസ് ഉണ്ട്. നിവിന്റെ പഴയ ആ ഒരു കോമഡിയും പ്രസൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇതുവരെ വന്നിട്ടുള്ള ടീസേഴ്സ് ആയിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളായിക്കോട്ടെ. അപ്പൊ ഈ സിനിമയിൽ നല്ല പ്രതീക്ഷയുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഭയങ്കര ബഡ്ജറ്റ് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് 60 ദിവസം പ്ലാൻ ചെയ്തിട്ട് 120 ദിവസം ഇരട്ടി ബഡ്ജറ്റ്, കയ്യിലൊന്നും എത്താത്ത അത്രയും ലെവലിലുള്ള ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് പോയിട്ടുണ്ടെന്നുള്ളത്. ടീസർ കണ്ടിട്ട് നമുക്കതൊന്നും തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും, സിനിമയ്ക്ക് ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്തായാലും ഈ ഒരു സിനിമയുടെ ഹിറ്റ് നിവിൻ പോളിക്ക് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു ഹിറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ മാജിക് ഫ്രെയിംസിന് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു ഹിറ്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നല്ലൊരു ഹിറ്റ്, നല്ലൊരു എന്റർടൈനർ ഈ സിനിമ ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതേ ബാനർ എന്ന് പറയാനായിട്ട് ഡിജോ ജോസ് ആന്റണി അല്ല, ഷാരിസ് മുഹമ്മദിന്റെ സ്ക്രിപ്റ്റിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപേട്ടനെ വെച്ചൊരു പടം ചെയ്യുന്നുണ്ട്, D150 എന്ന് പറഞ്ഞിട്ട്, 150ാമത്തെ സിനിമ. സോ ഇവരോടൊക്കെ പ്രൊജക്റ്റിന് കണക്ട് ചെയ്ത് വരാൻ നിൽക്കുകയാണ്. എന്തായാലും മലയാളി ഫ്രം ഇന്ത്യ ബുധനാഴ്ച റിലീസ് ചെയ്യാണ്. ബുക്കിംഗ്സ് ഒക്കെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഷോ കാണാനുള്ള പ്ലാൻ ഉണ്ട്. നടക്കുമോ എന്നുള്ളത് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം വർക്ക് അത്ര നല്ല തിരക്കുണ്ട്. അതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തത്. നല്ല റഷ് ആയിട്ടുള്ള ഓട്ടവും നല്ല തിക്കും തിരക്കും ബഹളമാണ്. ഏകദേശം വൈകുന്നേരം 8 മണി 9 മണിക്കാവും എത്തുമ്പോൾ ഓഫീസിൽ തിരിച്ചു കഴിഞ്ഞ് വരുമ്പോൾ. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ ആകെ ടയേർഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് എന്താണെന്നുള്ളത് വീഡിയോന്റെ താഴെ നിന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.